അനീഷേ, അപ്പൊ ഞാൻ പറയാൻ എന്താന്ന് നിനക്ക് മനസ്സിലായോ? നാളെ നീ ഈ നേരം ആവുമ്പോ ഇവിടെ വന്നില്ലെങ്കിൽ പന്നി നിന്നെ വീട്ടിൽ കയറി വെട്ടൂന്ന് പറഞ്ഞാൽ വെട്ടിയിരിക്കും. അവന്റെ കോപ്പിലെ വർത്താനം അവൻ. മോനെ അനീഷേ, നിനക്ക് നമ്മളെ ശരിക്കറിയാലോ. നമ്മളങ്ങനെ വെറും വാക്ക് പറയാറില്ല. വെറുതെ പണി വാങ്ങിച്ച് കൂട്ടാൻ നിൽക്കല്ലേ. ഇനിയൊരു വിളി ഉണ്ടാവില്ല കേട്ടാ. എന്താ നിന്റെ മുഖത്തന്നെ പറ്റി? എന്താ പറ്റിയത്? ഒന്നുമില്ല കേട്ടോ. നീ പറടാർക്ക എന്താ വേണ്ടേട്ടാ, ആ വിട്ടേക്ക്. വീടാനോ? എന്തുവിടെ? എന്താന്ന് വെച്ചാ പറടാ. ഞാൻ നാളെ വീട്ടിൽ പോയിണ്ടായിരുന്നു. അവളെ ചേട്ടനായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അയാളെന്നെ തല്ലിയേട്ടാ. എന്നിട്ട് നീ തിരിച്ചൊന്നും ചെയ്തില്ലടാ? വേണ്ടേട്ടാ, നമുക്ക് പറഞ്ഞേക്കാം. പറഞ്ഞു തീർക്കാനോ? വേണ്ട, പ്രശ്നമാക്കണ്ട. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തരെ തൊട്ടിട്ട് അവനിന്ന് കിടന്നുറങ്ങണ്ട. ചേട്ടാ വേണ്ട, ഞാൻ പറഞ്ഞാലേ പറഞ്ഞു തീർക്കാന്ന്. മമ്പറം പള്ളിയിലെ ഉറൂസ്. ആരാണത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് അവളുടെ ഏട്ടൻ. നിനക്കിടിക്കണോടാ? നിനക്കിടിക്കണോടാ? എനിക്കിത് കൊണ്ട, ഇനി നിങ്ങൾ ഇടിക്കും. നീ അവരെ വിടടാ, നിനക്കിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, കോപ്പ് പൊട്ടറുള്ളൂ. നീ പൊടിക്കൊതുങ്ങണം. നീ തന്നെ അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നിന്റെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. നീ ഈ ചേട്ടന്റെ മുഖത്തേട്ടൊന്ന് നോക്കിയാടാ. ഒന്ന് കുടിയാൻ വേട്ടാ. എന്നാ നല്ല മുഖം നോക്കി. മുത്തുമണിയുള്ള ഈ ചേട്ടൻ വീട്ടിൽ പോയിട്ട് പെണ്ണാലോക്ക് നിനക്ക് എന്ത് യോഗ്യതയുള്ള? നീ നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയണ്ടാ മരഭൂതമേ. ഇതാടാ നീ പറഞ്ഞ നിന്റെ ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കള്. ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു ഉമ്മാർക്ക് ആത്മാർത്ഥം ഉണ്ടായിരുന്നേട്ടാ. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയൂല. എന്നാ പിന്നെ നിങ്ങൾ അളിയനും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. എനിക്ക് വൈകുന്നേരം പള്ളിയിൽ തിരിയെത്തിക്കാൻ പോകാണ്ട്. എനിക്കിനെ ഒന്ന് ഇനി പഞ്ചായത്തിൽ കണ്ടുപോരുത്. തിരികെ നമുക്ക് തുടങ്ങല്ലേ?